കേരളത്തിൽ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്ന SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശ്, അദ്ദേഹത്തിന്റെ പേര് ആദർശം സജി എന്നാണ്. അദ്ദേഹം പഠിക്കുന്നത് UPയിലെ NEP അംഗീകരിച്ച സർവകലാശാലയിലാണ്. നോയിഡയിലെ ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിലാണ് SFI അധ്യക്ഷന്റെ പഠനം. ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണ സമിതി അംഗം കൂടിയായ സംഗീത ശുക്ലയാണ് ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. എന്നിട്ടും ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ച് യാതൊരുവിധ എതിർപ്പുകളോ പ്രതിഷേധങ്ങളോ ഇല്ലാതെയാണ് SFI നേതാവിന്റെ പഠനം. അതേസമയം തന്നെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന കേരളത്തിലെ വിദ്യാലയങ്ങളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട എന്നതാണ് SFIയുടെ നിലപാട്. നന്ദൻ, എന്തൊരു വിരോധാഭാസമാണിത്? വിരോധാഭാസത്തിനപ്പുറം ഇതൊരു രാഷ്ട്രീയ നാടകമെന്ന് കൂടുതൽ വ്യക്തമാകുകയാണ്. അതായത് SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പഠിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി അംഗീകരിച്ചതാണ്. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട സർവകലാശാലയാണ്. ആ സർവകലാശാലയിൽ SFIയുടെ ദേശീയ അധ്യക്ഷൻ പഠിക്കുമ്പോൾ അവിടെ ഈ PM ശ്രീ പദ്ധതിക്കെതിരെയോ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ ഒരു വാക്കുപോലും ഉച്ചരിക്കുവാനോ അതിനെതിരെ പ്രതിഷേധിക്കുവാനോ പ്രകടനം നടത്തുവാനോ അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുവാനോ പോലും ഈ SFIയുടെ ദേശീയ അധ്യക്ഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് കേരളത്തിന് പുറത്തു വന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, അതായത് ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അതിന് അനുയോജ്യമായ ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ്. മറിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിലെ സാധാരണക്കാരൻ്റെ മക്കളെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയ നാടകം നടത്തി ആ സാധാരണക്കാരൻ്റെ മക്കൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള നയം, അല്ലെങ്കിൽ ആ ഒരു നയം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വശം SFIയുടെ ഒരു രാഷ്ട്രീയ വശമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകമാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഈ മന്ത്രിമാരുടെ മക്കളാണേലും ചെറുമക്കളാണേലും ഒക്കെ തന്നെ അവർ പഠിക്കുന്നത് സ്വകാര്യ സർവകലാശാലകളിലും അതേപോലെ തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ്. ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത് സാധാരണക്കാരൻ്റെ മക്കളാണ്. ഈ മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ തന്നെ വോട്ട് ചെയ്ത സാധാരണക്കാരൻ്റെ മക്കൾ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്നു. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ നവീകരിക്കാൻ ശ്രമിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി മികവാർന്ന വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് നൽകാൻ ശ്രമിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയ വൈര്യം മൂലം എതിർത്ത് അവിടെ സമരം നടത്തി അവിടെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് SFIയുടെ നേതാക്കൾ വന്ന് പഠിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച PM ശ്രീ അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലുമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, ഈ ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റിയുടെ VC എന്നുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച കമ്മിറ്റിയിലെ വളരെ സുപ്രധാനിയാണ്. മാത്രമല്ല, ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ വ്യക്തികളിൽ പ്രധാനിയാണ്. ആ VCക്കെതിരെ ഒരു ശബ്ദമുയർത്താനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനോ ഒരു വിദ്യാഭ്യാസ ബന്ദ് നടത്താനോ ഒന്നും തന്നെ SFI തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വിരോധാഭാസം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണക്കാരൻ്റെ മക്കൾ അവിടെ പഠിപ്പ് മുടക്കണം, അവർ ബസ്സിന് കല്ലെറിയാൻ പോകണം, അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസ ബന്ധിന് അനുകൂലമായി നിൽക്കണം. അതേസമയം നേതാക്കളുടെ മക്കളും ഇനിയിപ്പോൾ വളർന്നു വരുന്ന ചെറിയ സഹാക്കൾ അല്ലെങ്കിൽ കുട്ടി സഹാക്കൾ അവരൊക്കെ തന്നെ പഠിക്കുന്നത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളിലുമാണ് എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ വിരോധാഭാസം എന്നുള്ളത്. അതായത് ഈ NEP അംഗീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോളേജിലാണ് ഈ ആദർശം സജിയുടെ പഠനം. അങ്ങനെ തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? രാഖി, ഈ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ രൂപീകരിച്ചത് ഒരു സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒരേ രീതിയിൽ, ഒരേ വിദ്യാഭ്യാസ നിലവാരത്തിൽ, അതായത് ഒരു രാജ്യത്ത് നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പല തരത്തിലാകരുത് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്, ഒരേ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായാണ് PM ശ്രീ പദ്ധതി എന്നുള്ളതും. PM ശ്രീ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഏതാണ്ട് 300-ലധികം വിദ്യാലയങ്ങളെ ഇതിനോടകം തന്നെ
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിദ്യാലയങ്ങൾ നമുക്കറിയാം, കേരളത്തിൽ വിദ്യാർത്ഥികൾ പാമ്പ് കടിച്ചു മരിക്കുന്നു, ഇലക്ട്രിക് ഷോക്കേറ്റ് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം, കെട്ടിടം തകർന്നു വീഴുന്ന സാഹചര്യം, ഇങ്ങനെ കേരളത്തിലെ വിദ്യാലയങ്ങൾ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ആ വിദ്യാലയങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിനും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് മാത്രമല്ല വിദ്യാർത്ഥിയുടെ കൂടി വിദ്യാഭ്യാസ മികവിന് ഉതകുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ സാധാരണക്കാരൻ്റെ മക്കൾ ആ പദ്ധതിയിൽ ഉൾപ്പെടരുത്, അവർക്ക് ക്വാളിറ്റിയുള്ള നല്ല വിദ്യാഭ്യാസം ലഭിക്കരുത്. കേരളത്തിലെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചാൽ സ്വാഭാവികമായും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകില്ല. അത് സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെന്റിനൊക്കെ തന്നെ വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവ് ഈ വിഷയം ജനം ടി വി വാർത്തയായി പുറത്തുവിടുമ്പോൾ എന്ത് ക്യാപ്സ്യൂൾ ആയിരിക്കും ഇവർ ഇതിനെതിരെ കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഒരു ക്യാപ്സ്യൂൾ നമുക്ക് പ്രതീക്ഷിക്കാം. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.